ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ MG ആസ്ത്ര എന്ന് പറഞ്ഞൊരു വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഈ കിടക്കുന്നത് ഈ വാഹനത്തിൻ്റെ മിഡ് വേരിയൻ്റ് ആണ്. ഒരു തേർഡ് വേരിയൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ തന്നെ ഗുരുതം വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ പറയാൻ പറ്റിയ ഒരു വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. ഈ ഒരു വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനുവലിലും ഓട്ടോമാറ്റിക്കലും ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ ആണെങ്കിൽ 16,39,000 ഓൺ റോഡ് വരുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 17,72,000 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ബേസ് മോഡൽ വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 12,16,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പം ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു വേരിയൻറ്റിൻ്റെയും ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളുള്ളത് കൊല്ലത്താണ്. കൊല്ലത്തുള്ള MGയുടെ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ട് ആ ഒരു നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ കിടക്കുന്ന ഒരു തേർഡ് വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെ മുന്നോട്ട് കണ്ടു നോക്കാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചുതരാം. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 2 എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 1.5 വരുന്നതും 1.3 ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ഹുഡാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് നല്ല ഒഴുകി ഇറങ്ങുന്ന രീതിയിലാണ് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ നൽകിയത്. ആ ഒരു സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബോൾഡായിട്ട് ഒരു ക്യാരക്ടർ ലൈൻ നൽകിയിട്ടുള്ളതാണ് കാണാം. അവിടെ നമ്മൾ ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഹെഡ്ലാമ്പിൽ തന്നെ നമുക്ക് DRL നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു പോർഷനിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റർ കമ്പനി പ്ലേസ് ചെയ്ത്. അതേപോലെ തന്നെ LED-യുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ആ ഒരു DRL എങ്ങനെ ആയിരിക്കും എന്ന് നോക്കട്ടെ. ഈ ഒരു രീതിയിലാണ് അത് ഫംഗ്ഷനിങ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്രൈറ്റ്നസോട് കൂടി തന്നെ ഒരു DRL-ആണ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയത്. താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. ആ ഒരു ഫോഗ് ലാമ്പിന് ചുറ്റും നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നോർമലി നല്ല ഹാലജി ടൈപ്പ് തന്നെയാണ് ഫോഗ് ലാമ്പ് യൂണിറ്റ് നൽകിയത്. അവിടെ നമുക്ക് LED ഒന്നും കാണാനായിട്ട് സാധിക്കത്തൊന്നുമില്ല. ആ താഴ്ഭാഗത്തായിട്ടും നമുക്ക് ആ ഒരു ഗ്ലോസി എലമെൻറ്റിലായിട്ടുള്ള ഒരു ക്ലാഡിങ് നൽകിയിട്ടുണ്ട്. ഹണിക്കോ പാറ്റേണിലുള്ള ഒരു എയർ ഡാം നൽകിയിട്ടുണ്ട്. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് നല്ല വലിപ്പത്തിലുള്ളൊരു ഗ്രില്ലാണ് നൽകിയത്. അത് മാത്രമല്ല ആ ഒരു ഡിസൈൻ പാറ്റേണും നല്ല രസമുണ്ട്. നമ്മളെല്ലാം സ്പൈഡർമാൻ്റെയൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. നമുക്ക് ആ ഒരു ചെന്തവല പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് അതിന് നൽകിയിട്ടുള്ളത്. ഇനി അതിന് എന്തെങ്കിലും പേര് കറക്റ്റ് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയത് ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. വളരെ വലിപ്പത്തിൽ തന്നെ ആ ഒരു MGയുടെ ലോഗോ ആ ഒരു സെൻറ്റർ പോസ്റ്റിലായിട്ട് പ്ലേസ് ചെയ്ത് ഫുള്ളും ചുറ്റും ക്രോം എലമെൻറ്റോട് കൂടിയാണ് പ്ലേസ് ചെയ്തത്. താഴ്ഭാഗത്തൊരു ചെറിയൊരു ഓപ്ഷൻ കാണുന്നത് ടോപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അവിടെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരാം. നമ്മൾ ആ ഒരു സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്തും വാഹനത്തിൻ്റെ വലിപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ വലിപ്പം നമ്മളവിടെ തന്നെ ലെങ്തിലേക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ 4323 ലെങ്ത് വരുന്നുണ്ട്. 1809 വിക്ത് വരുന്നത്. 1650 mm ഹൈറ്റും 2585 mm ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പനോറമിക് സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. റൂഫ് റെയിൽ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ ഈ ഒരു വാഹനത്തിന് അലോയ് വീൽ വരുന്നുണ്ട്. ഫുള്ളി സിൽവർ ഫിനിഷിലുള്ള ഒരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. 17 ഇഞ്ചാണ് ടയർ സൈസ്. 215/35 R17 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്ലോസി എലമെൻറ്റ് കൂടി ആ താഴ്ഭാഗത്താണ് നൽകിയിട്ടുള്ളത് കാണാം. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ തന്നെ നല്ല ഒരു ക്രോം എലമെൻ്റ് ആ ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പില്ലർ തുടങ്ങി റിയർ സൈഡിൽ പോകുന്ന രീതിയിൽ ഒരു ക്രോം എലമെൻറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ആ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ സെക്കൻഡ് റോയിലേക്ക് പോകുന്ന സമയത്തും ആ ഒരു ഗ്ലാസിൻ്റെ വലിപ്പം ചെറുതായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നല്ല ബോൾട്ടുള്ള ക്യാരക്ടർ ലെൻസ് നമുക്ക് ആ ഒരു പോർഷനിലും കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ആ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനിലായിട്ട് അത്യാവശ്യം ക്യാരക്ടർ ലെൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡ് പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. ഷാർഫിൻ ആൻഡിലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഡീഫോഗൽ ലൈൻസും റിയർ വൈപ്പർ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ആസ്ട്ര എന്നൊരു ബാഡ്ജിങ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ MGയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് വലുതായിട്ട് നമുക്ക് ആ ഒരു പോർഷൻ പ്ലേസ് ചെയ്തു. LED നമ്മൾ ടേലാം യൂണിറ്റ് വരുന്നത്. അതേപോലെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു ക്രോം എലമെൻറ്റുകളും അതേപോലെ തന്നെ ആ ഒരു ക്ലാഡിങ്ങുകളൊക്കെ താഴ്ഭാഗത്ത് നൽകിയിട്ടുള്ളത് കാണാം. അത് ആ ഒരു പോർഷനിലായിട്ട് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നമുക്ക് ആ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു ലോഗോ കാണുന്നുണ്ട്, അതായത് MGയുടെ ലോഗോ കാണുന്നുണ്ട്. ആ ഒരു പോർഷനിൽ കൂടിയാണ് നമുക്ക് ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ആ ഒരു പുറകിലത്തെ ആ ഒരു കൺട്രോൾ നമുക്ക് നൽകിയിട്ടാണ്. റിയർ പോർഷനിലെ കൺട്രോൾ കണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മളത് ഓപ്പൺ ചെയ്യാൻ. നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്, ഫോക്സ്വാഗൻ പോളോയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പാർസൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അകത്തേക്ക് വരുന്നതിന് നമുക്ക് കീ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ട്, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് അൺലോക്ക്, അതുപോലെ ഹുഡ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. MGയുടെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു.
ചുറ്റും ഒരു റെഡ് ഫിനിഷ് കൂടി നൽകിയിട്ടുള്ളത് കാണാം. നല്ല ഒരുപാട് വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്രോം എലമെൻറ്റുകളും ആ ഒരു കീക്ക് നൽകിയിട്ടുണ്ട്. 2 കീയും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെയാണ് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കീയുടെ ഡിസൈൻ കമ്പനി നൽകിയത്. അപ്പോൾ അകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഡോർ പാഡ് ജസ്റ്റ് ഒന്ന് നോക്കി. ഡോർ പാഡത്തിന് 1-2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ നമുക്ക് കാണാം. അതായത് ബ്ലാക്ക് കളർ വരുന്നുണ്ട്, അതേപോലെ ബീജ് ആയിട്ടുള്ള കളർ തീം നമുക്ക് അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു പോർഷനിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഡോർ ലോക്കുകളിലൊക്കെ ആ ഒരു കൺട്രോൾ കാണാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ ഒരു മിറർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, കൺട്രോളോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കും. ഈ ഒരു പോർഷനിലായിട്ടാണ് അത് നൽകിയിട്ടുള്ളത്. മിറർ ഫോൾഡിങ് നമുക്ക് അവൈലബിൾ ആണ്, ആ ഒരു രീതിയിൽ അത് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് അത് പ്ലേസ് ചെയ്തത്. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ഫീൽഡ് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഈ ഒരു പോർഷനിലായിട്ട് നൽകി. ഒരു പെഡൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. പെഡൽ നമുക്ക് അവൈലബിൾ ആണ്. കാലൊക്കെ വളരെ കംഫർട്ടഡ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു AC വേൻ്റെ ഡിസൈനൊക്കെ കണ്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല ഗ്ലോസി എലമെൻറ്റിലും നേരത്തെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. നല്ല പ്രീമിയം രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റും നല്ലൊരു ഗ്ലോസി എലമെൻറ്റ് കൂടി, ക്രോം എലമെൻറ്റായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഗ്ലോസി എലമെൻറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. ലെതർ റാപ്പിഡാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ നൽകിയിട്ടുണ്ട്. കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. താഴ്ഭാഗത്ത് ചെറിയൊരു ഗ്ലോസി എലമെൻറ്റും MGയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു. അതിന് ചുറ്റും നമുക്കൊരു ക്രോം എലമെൻറ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു പോർഷനിലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബ്ലാക്ക് ആണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ നല്ല ആ ഒരു സ്റ്റിച്ചിങ് പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ആ ഒരു പോർഷനിലായിട്ട് നൽകി. AC വെൻറ്റ് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിപ്പത്തിലുള്ള ആ ഒരു AC വെൻറ്റ് വരുന്നത്. അതിന് ചുറ്റും നല്ല ഗ്ലോസി എലമെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആയിട്ടുള്ള അതൊക്കെ പോയിക്കുന്നൊക്കെ നല്ല പ്രീമിയം ഫീൽ ഉണ്ട് കാണുന്നത്. ഇവിടെ നല്ല ഗ്ലോസി എലമെൻ്റാണ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വേരിയൻറ്റ് നമുക്ക് പനോരമിക് സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, നല്ല പ്രീമിയം ഫീലിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇതൊരു 3rd വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 3rd വേരിയൻറ്റിൽ തന്നെ നമുക്ക് പനോറമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ നേരെ നമുക്ക് വീണ്ടും നമുക്ക് ഡാഷ്ബോർഡിലേക്ക് തന്നെ നമുക്ക് വരാം. സ്റ്റിയറിംഗിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത്. കണ്ടോ, ഒരുവിധപ്പെട്ട ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് ചുറ്റും നല്ലൊരു ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ബട്ടണാണ് ഈ ഒരു പോർഷനായിട്ട് വരുന്നത്. ഇൻഫോർട്ടൈൻ സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. ഞാൻ എടുത്ത് പറഞ്ഞു. AC കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് അതിനുള്ളിൽ തന്നെ ആണ് നൽകിയിട്ടാണ്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഒരു ഓപ്ഷൻസ് ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുണ്ട്. ഫാൻ്റെ കൺട്രോളും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുള്ളത്. ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ആപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ നൽകിയിട്ടുള്ളത്. നല്ല HD ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ കുറച്ച് കൺട്രോൾസ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ട് താഴ്ഭാഗത്തായിട്ടാണ് കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ താഴേക്ക് പോകുന്ന സമയത്ത് ചാർജിങ് സോക്കറ്റുകളാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നത്. ട്രാക്ഷൻ കൺട്രോളൊക്കെ ബട്ടനൊക്കെയാണ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. 6 സ്പീഡാണ് വാഹനത്തിൽ ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത്. 5 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. പിന്നെ ഒരു റിവേഴ്സ് ഗിയർ കൂടിയാണ് നൽകിയിട്ടുള്ളത്. നോർമലി 6 തന്നെ പറയാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു പോർഷനിലേക്കായിട്ട് നൽകിയിട്ടുണ്ട്. ആംബർസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനുള്ളിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തത്. സീറ്റിൻ്റെയൊക്കെ അത് കളർ തീം ആയാലും ആ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഫ്രണ്ട് പോർഷൻ നൽകിയിട്ടുള്ളത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 6 എയർ ബാഗ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മിറർ നമ്മൾ മാനുവലി വേണം നല്ല കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റുള്ള ഒരു USB സ്ലോട്ട് നൽകിയിട്ടുള്ളത് കാണാം. നമുക്ക് ആവശ്യമെങ്കിൽ ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. ബാക്കി കൺട്രോൾസ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത് ടോപ്പിൻ്റെ, അതായത് സൺറൂഫിൻ്റെ കൺട്രോൾസും ലൈറ്റ്സും ഒക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. LED ആണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വാഹനം ഇപ്പോൾ ഓഫ് ആയതുകൊണ്ടാണ് അത് കത്താഞ്ഞത്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പറയാനായിട്ട്. മിറേഴ്സ് ആണ് ഈ ഒരു പോർഷനിൽ മിറർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മിറർ നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഈ ഒരു രീതിയിലാണ് ആ ഒരു കൺട്രോൾ കമ്പനി നൽകിയിട്ടുള്ളത്. അതും നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ചൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തത്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ സീറ്റിൻ്റെ ആ ഒരു പോർഷൻ. അതായത് റിയർ സീറ്റിലേക്ക് 1-2 കാര്യങ്ങൾ എടുത്ത് പറയേണ്ടത്. നമുക്കൊരു
വേരിയൻറ്റിൽ തന്നെ റിയർ AC വെൻ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ 2 ചാർജ് സോക്കറ്റ് ആ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. 2 സീറ്റിൻ്റെ പുറകിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതേപോലെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ആംബ്രസ്റ്റിനകത്ത് നൽകിയിട്ടുള്ള ഒരു കാര്യം നല്ല രസമുണ്ട് കാണുന്നത്. സാധാരണ ഇത് ഓപ്പൺ ആയിട്ടാണെങ്കിൽ എല്ലാ വാഹനത്തിലും, പക്ഷേ ഇത് ക്ലോസ്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡറാണ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. അതൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സെൻട്രൽ ടണലിലേക്ക് വന്നാൽ ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നും സെൻട്രൽ ടണലിൽ വരുന്നില്ല. അത്യാവശ്യം തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സീറ്റ്സിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. അതൊരു ഡോർ പെഡലിലേക്ക് വരുന്ന സമയത്ത് മോശമില്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. ഇവിടെ ഒരു ഗ്ലോസി എലമെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയലാണ് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവിടെ ചെറിയൊരു ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സെക്കൻഡ് റോ സീറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ആ ഒരു സീറ്റ്സിലും കമ്പനി നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയെ കുറിച്ച് പറയാനായിട്ട് വരുന്നില്ല. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂം വരുന്നത്. നല്ല ഹെവിയാണ് കേട്ടോ. ആ ഒരു ഹുഡൊക്കെ നൽകിയിട്ട് നല്ല ഹെവിയാണ്. അത് മാത്രമല്ല ഇൻസുലേഷൻ കാര്യമൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു വാഹനം നമുക്ക് CVTയിൽ നമുക്ക് അവൈലബിൾ ആണ്. എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. 2 എഞ്ചിൻ ഓപ്ഷനിലാണ് വാഹനം വരുന്നത്. ഞാൻ പറഞ്ഞു 1.5 ആണ് നോർമലി ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉള്ളതും ഏറ്റവും കൂടുതൽ സെയിലാവുന്നതും. 1498 cc, അത് 110 PS 144 Nm ആണ് ആ ഒരു വാഹനത്തിന് പറയുന്നത്. 1.3 ആണെന്നുണ്ടെങ്കിൽ 1349 cc ആണ്, 140 PS 220 Nm ടോർക്കുമാണ് വാഹനത്തിന് വരുന്നത്. നമുക്ക് ഒരു ആവറേജ് മൈലേജ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഒരു 15 മുതൽ 17 വരെയൊക്കെ മൈലേജ് നമുക്ക് റിയൽ ലൈഫിൽ ഈ ഒരു വാഹനത്തിന് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. ഇപ്പോൾ കമ്പനി പറഞ്ഞ മൈലേജൊക്കെ ഭയങ്കര മൈലേജൊക്കെ ആയിരിക്കും. അത്രയും നമുക്ക് വാഹനത്തിൽ എന്തായാലും ഒരിക്കലും ആർക്കും കിട്ടുകയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒതുക്കി തന്നെയാണ് ആ ഒരു എഞ്ചിൻ റൂമും കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോശമില്ലാത്തൊരു വാഹനമാണ്. മോശമില്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. 3rd വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. CVT നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബേസിക്കുള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പാർക്കിങ്ങിലൊക്കെ കൂടുതലായിട്ട് അറിയണമെന്ന് താഴെ കാണിച്ചിട്ട് നമ്പറിൽ വിളിക്കുക, വാഹനം ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക.